നമ്മൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ മഴ സമയങ്ങൾ വരുമ്പോൾ ഈ സാധനം മൊത്തത്തിൽ ഇതേപോലെ സെറ്റോടെ ഇളക്കി മാറ്റി വയ്ക്കാം. കാരണം നമ്മൾ അടുത്തവിടെ ഒരു കല്യാണ ഫംഗ്ഷൻ വന്നാലും അവിടെ മാച്ചായിട്ട് നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് തിരിച്ച് അതേപോലെ കൊണ്ടുവന്ന് കണ്ട ഒട്ടിച്ച് വയ്ക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടുത്തെ ടാറിങ് ചെയ്തിട്ടുള്ളത്. ജാപ്പനീസ് ടെക്നോളജി എന്നുള്ള രീതിയിലാണ് ഇവിടുത്തെ നാട്ടിൽ പറയപ്പെടുന്നത്. ഇത് വെമ്പായം മതപുരം ചീരാണിക്കൽ റോഡാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച വന്ന് ഇവിടെ ടാർ ചെയ്തിട്ട് പോയി. ആ ടാർ ചെയ്തിട്ട് പോയി കറക്റ്റ് ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഒരു വെള്ളിയാഴ്ചയ്ക്കകത്ത് ഇവിടുത്തെ കംപ്ലീറ്റ് റോഡ് ടാറും വീണ്ടും ഒന്നേന്ന് നശിച്ചിരിക്കുകയാണ്. വകുപ്പ് മന്ത്രി ജി അനിൽ 2 കോടി രൂപ അനുവദിച്ചു. വണ്ടി ഒന്നും ഓടാൻ പാടില്ല ടാർ ചെയ്തതിന് ശേഷം. അതുകൊണ്ടാണ് ഇങ്ങനെ ഇളയിപ്പോയെന്നാണ് പറയുന്നത്. ആണല്ലേ, ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ വർക്കാണ്. പൈസ അങ്ങനെ കിട്ടൂല, ആ പൈസ അങ്ങനെ മുടക്കിയെന്നാണ് പാർട്ടി മുമ്പ് ഇന്നലെ ഇവിടെ അതും പറഞ്ഞത്. 2 മഴ പെയ്യുമ്പേ ഇതിപ്പോൾ പോകില്ല, ഇത്രയും പൊക്കത്തിനേക്ക് ഇനി ഒരു വണ്ടി സൈഡ് കൊടുക്കും, ഇത് മൊത്തം ഇടിഞ്ഞ് പോകുന്നത്. നമസ്കാരം, ഇത് വെമ്പായം മതപുരം ചീരാണിക്കൽ റോഡാണ്. ഈ റോഡ് ഉപയോഗശൂന്യമായിട്ട് വർഷങ്ങളായി നാട്ടുകാരുടെ നിരന്തര അഭ്യർത്ഥനയെ തുടർന്ന് ഒടുവിൽ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ജി അനിൽ 2 കോടി രൂപ അനുവദിച്ചു. അതിന് മുൻകൈയെടുത്തത് ഇവിടുത്തെ LDF മെമ്പറായ ഷീജ മുൻകൈയെടുത്തു.